കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം മേഖലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. 14 ജില്ലകളിലായി ഏകദേശം 150ഓളം മേഖലാ കമ്മിറ്റികളും അതുപോലെ തന്നെ 14 ജില്ലാ കമ്മിറ്റികളും ആണ് നമുക്കുള്ളത്. അപ്പം ഇപ്പം നമ്മുടെ സംഘടന എല്ലാ ജില്ലകളിലും കണ്ണൂരിൽ നിന്ന് തുടങ്ങി സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലും നമ്മൾ ജില്ലാ കമ്മിറ്റിയും അതുപോലെ 150ഓളം മേഖലകളുമായി നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ഒരു സംഘടന ആയി വളർന്നു കഴിഞ്ഞ് 6000ഓളം മെമ്പർമാർ തന്നെയുണ്ട് നമുക്ക്. നമ്മൾ എന്നാലും പല കാര്യങ്ങളിലും ഇന്ന് അവഗണന നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ. അതുപോലെ തന്നെ സംസ്ഥാനത്ത് നമ്മൾ ഓരോ ഓണർമാരുടെ കാര്യങ്ങളിലും നിരന്തരം ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ നിരന്തരം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും അതുപോലെ സർക്കാരിൻ്റെ അടുത്തും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി നമ്മൾ രൂപം കൊണ്ട് കഴിഞ്ഞു. ജൂലൈ 1-ാം തീയതി നമ്മുടെ കണ്ണൂർ ടൗൺ മേഖലാ സമ്മേളനം നടക്കുകയാണ്. ടൗൺ മേഖല എന്ന് പറഞ്ഞാൽ വളവട്ടണം പാലം മുതൽ മൊയ്തു പാലം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മേഖലയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് 11-12 മേഖലകൾ ഇപ്പം നിലവിലുണ്ട്. അപ്പം ഇന്നും നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടി ഏതെങ്കിലും ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ ആ ഭൂമി ഉടമ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ എന്തെങ്കിലും വസ്തു സംബന്ധമായ തർക്കമോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ വണ്ടി കണ്ടുകെട്ടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലും അതുപോലെ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലും കൊണ്ടുപോയിട്ട് മാസങ്ങളോളം വെച്ച് പെട്ടെന്ന് തീർപ്പാക്കാതെ മാസങ്ങളോളം വെച്ച് നമ്മുടെ ലോൺ എടുത്തിട്ടും അതുപോലെ മറ്റുള്ള നമ്മുടെ സ്വർണം പണയം വെച്ചിട്ടുമാണ് നമ്മൾ ഇങ്ങനെയുള്ള സംരംഭം തുടങ്ങുന്നത്, സ്വയം തൊഴിൽ എന്നുള്ളതൊക്കെ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളെ കണ്ണൂർ താലൂക്ക് ഓഫീസിൽ കോമ്പൗണ്ടിൽ തന്നെ 2-3 വണ്ടി അവിടെയുണ്ട്. അത് മാസങ്ങളോളായിട്ട് അവിടെ കിടക്കുന്നതാണ്, ഒന്നും തീർപ്പാക്കിയിട്ടില്ല. നമ്മുടെ ഈ വണ്ടി ഉദ്യോഗസ്ഥന്മാർ കണ്ടുകെട്ടുക അത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഇത് ഒന്നിക്കലെ വണ്ടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൈൻ അടച്ചിട്ട് നമ്മളെ വണ്ടി ഒഴിവാക്കുക. അതല്ലാതെ ഒരു 6 മാസം 7 മാസം അവിടെ വണ്ടി തുരുമ്പ് പിടിച്ച് കിടക്കുക അത് വലിയ പ്രശ്നം. കാരണം നമ്മൾ കെട്ടുകാലിയെല്ലാം ഭൂമിന്റെ ആധാരം കൊണ്ട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടാണ് ഒരു വണ്ടി ഇറക്കുന്നത്, ജീവിതമാർഗം വേണ്ടിയിട്ടുള്ള വണ്ടി ഇറക്കുന്നത്. പക്ഷെ അത് ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആത്മഹത്യന്റെ വക്കിൽ നമ്മൾ എത്തും. കാരണം ഒരു വണ്ടി 6 മാസം 7 മാസം ലോണിന്റെ അടവ് തെറ്റി എല്ലാം പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥന്മാരെയും ഇവരൊന്ന് അറിയിക്കണമെന്നില്ല. അങ്ങനെയുള്ള പല യാതനകളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6 മാസത്തോളം ഏകദേശം കിട്ടുന്ന വർക്ക് ഉണ്ടാവും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്കെല്ലാം നിന്നുപോയി, മഴക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ മാധ്യമപ്രവർത്തക ഭാഗത്തുനിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. ജൂലൈ 1-ാം തീയതി പയ്യാമ്പലം മർമ്മര റിസോർട്ടിൽ വെച്ചിട്ട് നമ്മളെ മേഖലാ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ കൊല്ലം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഷമീർ ബാബു മലപ്പുറം അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുന്നു.